ഹായ് ഫ്രണ്ട്സ്, 10ാം ക്ലാസ്സിലെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു CRT ചാപ്റ്റർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ. നമ്മൾ പരീക്ഷയ്ക്കും അതുപോലെ തന്നെ മത്സര പരീക്ഷകൾക്കൊക്കെ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ വരുന്ന ഒരു ചാപ്റ്റർ. വളരെ വലിയൊരു ചാപ്റ്ററാണ്. മനസ്സിരുത്തി നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ചാപ്റ്ററാണ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിരുത്തി വായിക്കുക, മനസ്സിലാക്കുക, നോട്ട് എഴുതുക. വൈവിധ്യങ്ങളുടെ ഇന്ത്യ. 16,000 അടിക്ക് മുകളിലാണ് അന്നേരം ഞങ്ങൾ ക്യാമ്പ് ചെയ്തിരുന്നത്. ഒരു പാറക്കെട്ടിൽ ചാരുന്ന ഞാൻ അന്തരീക്ഷത്തെയും ചുറ്റുപാടുകളെയും വീക്ഷിച്ചു. കോട്ടമലയാണ് ചുറ്റും പർവ്വത ശൃംഖങ്ങൾ നിലകൊള്ളുന്നത്. അത് കഴിഞ്ഞാൽ വെള്ളി പോലെ വെട്ടിത്തിളങ്ങുന്ന ഹിമശൃംഖങ്ങളുടെ നിരയായി. ദേവഭൂമിയിലൂടെ എന്ന MK രാമചന്ദ്രൻ്റെ ഒരു കൃതിയാണത്. ഓക്കെ, എന്ന പുസ്തകത്തിലെ ചില വരികളാണത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹിമാലയ സാനുക്കളിലൂടെ നിരവധി യാത്രകൾ നടത്തിയ സഞ്ചാരിയും എഴുത്തുകാരനുമായ MK രാമചന്ദ്രൻ്റെ ദേവഭൂമിയിലൂടെ എന്ന പുസ്തകത്തിലെ ചില വരികളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ അക്ഷാംശം അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 8.4 ഡിഗ്രി വടക്ക് മുതൽ 37.6 ഡിഗ്രി വടക്ക് വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശം. ഇന്ത്യയുടെ രേഖാംശം അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് 68.7 ഡിഗ്രി ഈസ്റ്റിനും അല്ലെങ്കിൽ കിഴക്കിനും 97.25 ഡിഗ്രി കിഴക്ക് വരെയാണ് അതിൻ്റെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം അക്ഷാംശം എന്ന് പറയുന്നത് 8.4 ഡിഗ്രി വടക്ക് മുതൽ 37.6 ഡിഗ്രി വടക്ക് വരെ, രേഖാംശം 6.8 ഡിഗ്രി കിഴക്ക് മുതൽ 97.2 ഡിഗ്രി കിഴക്ക് വരെ. അപ്പോൾ ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയുന്നത് എന്താണ്? 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗമാണ് ഉപദ്വീപ് എന്ന് പറയുന്നത്. അപ്പോൾ 3 വശവും സമുദ്രത്താൽ നോക്കുക. അപ്പോൾ ഇന്ത്യയുടെ രൂപയാണെങ്കിൽ ഇവിടെ സമുദ്രമാണ്, ഇവിടെ അറബിക്കടൽ, ഇവിടെ ബേ ഓഫ് ബംഗാൾ, ഇവിടെ ഇന്ത്യൻ മഹാസമുദ്രം. അപ്പോൾ അങ്ങനെ 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗമാണ് ഉപദ്വീപ്. ഇന്ത്യൻ ഭൂപടത്തിൻ്റെ തെക്കുഭാഗം സമുദ്രത്താൽ ചുറ്റപ്പെട്ട കണതിനാൽ ഇത് ഇന്ത്യൻ ഉപദ്വീപ് എന്നറിയപ്പെടുന്നു. നമുക്ക് ഈ ഒരു രൂപ താഴ്വര കണ്ടോ, അല്ലെങ്കിൽ രൂപം ആ ഒരു ഷേപ്പ് എവിടുന്ന് ഗുജറാത്ത് മുതൽ അങ്ങ് കൊൽക്കത്ത വരെയുള്ള ആ രൂപം, ഇവിടെ അറബിക്കടൽ, ഇവിടെ ഇന്ത്യൻ മഹാസമുദ്രം, ഇവിടെ ബേ ഓഫ് ബംഗാൾ. അതിനെയാണ് ആ ഒരു ഭാഗത്തെ തെക്ക് ഭാഗത്തെ പറയുന്നത് ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറഞ്ഞ സംഗതി. ഇന്ത്യക്ക് വടക്ക് അതിരായി നിലകൊള്ളുന്ന പർവ്വത ഭൂപ്രകൃതിയെക്കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. എവിടെ ഈ ദേവഭൂമിയിലൂടെ എന്ന് പറയുന്ന MK രാമചന്ദ്രൻ്റെ അവിടെ പറഞ്ഞിരിക്കുന്നത് വടക്ക് ഭാഗത്ത് നമുക്കറിയാം ഹിമാലയ പർവ്വതനിരകൾ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ്. അപ്പോൾ മഞ്ഞു നിറഞ്ഞ പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച സമതലങ്ങളിലൂടെ ബഹുദൂരം ഒഴുകി ഒടുവിൽ കടലിനോട് ചേരുന്ന വൻ നദികളുണ്ട്. കൃഷി വ്യാപകമായി നടത്തിവരുന്ന അതിശാലമായ സമതലങ്ങളുണ്ട്. വിസ്തൃതമായ പീഠഭൂമികൾ, ചുറ്റുപൊള്ളുന്ന മരുഭൂമികൾ, ദൈർഘ്യമേറിയ തീരസമതലങ്ങൾ, അനേകം ദ്വീപുകൾ. അങ്ങനെ അത്ഭുതകരമായിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യം. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് വൈവിധ്യമാർന്ന ഒരു ഭൂപ്രകൃതിയാണ് നമുക്കുള്ളത്. ഇന്നൊക്കെ ഇവിടെ നമുക്കറിയാം ഉത്തര പർവ്വത മേഖല എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ജോഗ്രഫിനെ നമുക്ക് ഭൂപ്രകൃതി അനുസരിച്ച് ഇന്ത്യയുടെ ഭൂപ്രകൃതി നമുക്ക് ഏതൊക്കെ രീതിയിൽ പറയാം? ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങൾ, ദ്വീപുകൾ. അങ്ങനെ 4 രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഈ ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്നതിൽ ഇവിടെ ഒരു വിഭാഗം ABC എന്ന് കാണിച്ചിട്ടുണ്ട്, 1, 2, 3 കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ 1, 2, 3, 4 കാണിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് ഈ ഒരു മേഖലയെ ABC എന്ന് പറയുന്ന ഈ മേഖലയെ പറയുന്നത് ട്രാൻസ് ഹിമാലയം. ഇതാണ് ട്രാൻസ് ഹിമാലയം എന്ന് പറയപ്പെടുന്ന ABC എന്നറിയപ്പെടുന്ന ഈ ഒരു മേഖല ട്രാൻസ് ഹിമാലയം. അതിൽ A എന്ന് പറയുന്ന സംഗതി കാരക്കോറം, B ലഡാക്ക്, C സസ്കർ. കാരക്കോറം, ലഡാക്ക്, സസ്കർ. A എന്താണ്? A കാരക്കോറം, B ലഡാക്ക്, C സസ്കർ. ആ ഒരു മേഖലയാണ് ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസ് ഹിമാലയം കഴിഞ്ഞ് ഇവിടെ 1, 2, 3 എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. ഈ മേഖലയെ പറയുന്നത് ഹിമാലയം. അതാണ് ഹിമാലയം. അതിൽ 1 സോദി ഹിമാദ്രി, ഹിമാചൽ ശിവാലിക്. ഹിമാചൽ ശിവാലിക്. ഒന്ന് ഹിമാദ്രി, 2 ഹിമാചൽ, 3 ശിവാലിക്. ഇനി ഇവിടെ 1, 2, 3, 4 എന്ന് പറയുന്ന ഈ ഒരു മേഖലയാണ് കിഴക്കൻ മലനിരകൾ എന്ന് പറയുന്ന സംഗതി. 1 പത്കായി ഭൂം, 2 ഖാരോ ഖാസി ജൈന്തിയ കുന്നുകൾ. 1 പത്കായി ഭൂം, 2 നാഗാ കുന്നുകൾ, 3 ഖാരോ ഖാസി ജൈന്തിയ കുന്നുകൾ, 4 മിസോ കുന്നുകൾ. അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്ന വടക്ക് ഭാഗത്ത് ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന ഒരു പർവ്വത മേഖലയുണ്ട്. അത് ഒരു ഭൂപ്രകൃതി വിഭാഗമാണ്. അതാണ് ഉത്തര പർവ്വത മേഖല. ആ ഉത്തര പർവ്വത മേഖലയെ നമുക്ക് വീണ്ടും 3 ഡിവൈഡ് ചെയ്യാം. ട്രാൻസ് ഹിമാലയം, കിഴക്കൻ മലനിരകൾ. ആ ട്രാൻസ് ഹിമാലയത്തിലെ ഭാഗമാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. ആ A കാരക്കോറം, B ലഡാക്ക്, C സസ്കർ. 1, 2, 3 എന്ന് പറയുന്ന ഹിമാലയത്തിൻ്റെ ഭാഗമാണ്. ഹിമാചൽ ശിവാലിക്. 1 ഹിമാദ്രി, 2 ഹിമാചൽ, 3 ശിവാലിക്. 1, 2, 3, 4 എന്ന് പറഞ്ഞ സംഗതി കിഴക്കൻ മലനിരകളാണ്. അത് 1 പത്കായി ഭൂം, 2 നാഗാ കുന്നുകൾ, 3 ഖാരോ ഖാസി ജൈന്തിയ കുന്നുകൾ, 4 മിസോ കുന്നുകൾ എന്നറിയപ്പെടുന്നു.
ഹിമാൽ ഭൂമിയിൽ ഇന്ത്യയുടെ വടക്ക് ഭാഗത്തുള്ള പർവ്വതനിരകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്താണ് പാമീർ പീഠഭൂമി? ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ചോദ്യമാണ്. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ഏതാണ്? പാമീർ പീഠഭൂമിയാണ്. മധ്യേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന പാമീർ പീഠഭൂമി അറിയപ്പെടുന്നത് ഇങ്ങനെയാണ്: ഹിന്ദുക്കുഷ്, സുലൈമാൻ, ടിയാൻകുഷ്, കുൻലുൻ, കാറക്കോറം മുതലായ പർവ്വതനിരകൾ പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും വിഭിന്ന ദിശകളിലേക്ക് തിരിഞ്ഞു പോകുന്നു. കാറക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിര എന്ന് പറയുന്നത്. അപ്പോൾ കാശ്മീരിന് വടക്കു പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ ഒരു വൻ മതിൽ പോലെ നിലകൊള്ളുന്ന ഈ പർവ്വതനിരകളെ ഉത്തരപർവ്വത മേഖല എന്നറിയപ്പെടുന്നു. അപ്പോൾ ഏതാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറഞ്ഞാൽ കാശ്മീരിന് വടക്കു പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ ഒരു വൻ മതിൽ പോലെ നിലകൊള്ളുന്ന ഈ പർവ്വതനിരകളെയാണ് ഉത്തരപർവ്വത മേഖല എന്നറിയപ്പെടുന്നത്. ഉത്തരപർവ്വത മേഖലയെ നമുക്ക് മൂന്നായി വീണ്ടും ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെ? ട്രാൻസ് ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്ന് മൂന്നായി ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എ എന്ന് പറഞ്ഞത് എന്താണ്? ABC എന്ന് പറഞ്ഞ ആ മാപ്പിലെ എ എന്ന് പറഞ്ഞത് കാറക്കോറം, ബി ലഡാക്ക്, സി സസ്കർ, അത് ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമാണ്. ഉത്തരപർവ്വത മേഖലയിലെ രണ്ടാമത്തെ വിഭാഗമാണ് ഹിമാലയം. ഹിമാചൽ ശിവാലിക 1, 2, 3 എഴുതിയിരിക്കുന്നതാണ്. ഇനി 1, 2, 3, 4 എഴുതിയിരിക്കുന്നത് കിഴക്കൻ മലനിരകളെ പത്ഖായി ബൂം, നാഗാ കുന്നുകൾ, ഖാരോഗാസി, ജയന്തിയ കുന്നുകൾ, മിസോ കുന്നുകൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഉത്തരപർവ്വത മേഖലയെ മൂന്നായി ഡിവൈഡ് ചെയ്യുന്നു. ട്രാൻസ് ഹിമാലയം, കിഴക്കൻ മലനിരകൾ. ആ ട്രാൻസ് ഹിമാലയത്തിലാണ് കാറക്കോറം ഉള്ളത്, ലഡാക്ക് ഉള്ളത്, സസ്കർ ഉള്ളത്. ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഹിമാചൽ ശിവാലിക് എന്ന് പറയുന്നത്. കിഴക്കൻ മലനിരകളുടെ ഭാഗമാണ് പത്ഖായി ഭൂം, നാഗാ കുന്നുകൾ, ഖാരോഗാസി, ജയന്തിയ കുന്നുകൾ, അതുപോലെ മിസോ കുന്നുകൾ എന്നറിയപ്പെടുന്നത്. ഈ ട്രാൻസ് ഹിമാലയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. കാറക്കോറം, ലഡാക്ക്, സസ്കർ എന്നറിയപ്പെടുന്ന എന്നീ പർവ്വതനിരകൾ ചേർന്നാണ് ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 ചോദ്യമാണ്. അതിൻ്റെ ഉയരം 8661 മീറ്ററാണ്. ഓക്കെ, മൗണ്ട് K2 ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ് വീനോസ്റ്റിൻ 8661 മീറ്റർ സ്ഥിതി ചെയ്യുന്നത് ഈ കാറക്കോറം മലനിരകളിലാണ്. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം 6000 മീറ്ററാണ്. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം 6000 മീറ്ററാണ്. ഈ മൗണ്ട് K2ൻ്റെ ഉയരം 8661 മീറ്ററാണ്. അപ്പോൾ കാറക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾ ചേർന്നാണ് ട്രാൻസ് ഹിമാലയം. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ് ഫിനാസ്ട്രീൻ 8661 മീറ്റർ ഉയരം സ്ഥിതി ചെയ്യുന്നത് കാറക്കോറം മലനിരകളാണ്. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം 6000 മീറ്ററാണ്. രണ്ടാമത്തെ ഒരു വിഭാഗമാണ് ഹിമാലയം എന്ന് പറയുന്ന സംഗതി. എന്താണ് ഹിമാലയത്തിൻ്റെ പ്രത്യേകത? ട്രാൻസ് ഹിമാലയത്തിന് ട്രാൻസ് ഹിമാലയത്തിന് കിഴക്കൻ മലനിരകൾക്കുമിടയിൽ ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കുമിടയിൽ. അപ്പോൾ നോക്കാം, ഇവിടെ ട്രാൻസ് ഹിമാലയം ഉണ്ടായിരുന്നു. ഏതാണ് ഇവിടെ ട്രാൻസ് ഹിമാലയം? ഇവിടെയാണ് ഇതാണ് ഈ ABC ട്രാൻസ് ഹിമാലയം. ഈ 1, 2, 3, 4 കിഴക്കൻ മലനിരകൾ. ഇതിനിടയിലുള്ള ഈ ഒരു വിഭാഗമാണത് ഹിമാലയം എന്ന് പറയുന്നത്. ഈ നടുക്കിലുള്ള വിഭാഗമാണെന്ത് ഹിമാലയം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കും ഇടയിൽ വടക്കു പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശകളായി ഈ ഹിമാലയ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നു. ഈ പർവ്വതനിരകൾക്ക് ഏകദേശം 2400 കിലോമീറ്റർ നീളമുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണ്. ഇതിൻ്റെ നീളം 2400 കിലോമീറ്റർ നീളമുണ്ട്. ലോകത്തിലെ ഉയരമേറിയ നിരവധി കൊടുമുടികൾ ഇതിൽ ഉൾക്കൊള്ളുന്നു. കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും പർവ്വതത്തിൻ്റെ ഉയരം കുറഞ്ഞു വരികയാണ്. സ്റ്റേറ്റ്മെൻറ്റാണ്. കിഴക്കോട്ട് പോകുന്തോറും ഉയരം കൂടുന്നു, കുറയുന്നു, മാറ്റമില്ല. കിഴക്കോട്ട് പോകുന്തോറും ഉയരം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. കാശ്മീർ പ്രദേശത്തേക്ക് ഏകദേശം 400 കിലോമീറ്റർ വീതി ഉള്ള ഉത്തരപർവ്വത നിരകൾക്ക് അരുണാചൽ പ്രദേശിലേക്ക് എത്തുമ്പോഴേക്കും 150 കിലോമീറ്റർ വീതിയായി കുറയുന്നു. ഏകദേശം 5 ലക്ഷം. ചോദ്യമാണ്. 5 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഇതിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത്. അപ്പോൾ ഹിമാലയത്തിൻ്റെ വിസ്തൃതി 5 ലാക്സ്. 5 ലാക്ക് 2400 മീറ്ററാണ്. 2400 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. 5 ലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ ഇത് വ്യാപിച്ച് കിടക്കുന്നു. ഈ ഭൂപ്രദേശം സമാന്തരമായ 3 പർവ്വതനിരകൾ ഉൾക്കൊള്ളുന്നു. ഏതൊക്കെയാണ്? ഹിമാചൽ ശിവാലിക് എന്ന് പറയുന്നത്. ഇനി എന്താണ് മൗണ്ട് K2 എന്ന് പറയുന്നത്? ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഈ കൊടുമുടി ഹിമാലയ പർവ്വതത്തിലാണ്. ഇത് നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 8848 പോയിൻറ്റ്. ഇനി മാറ്റമുണ്ട്. മീറ്ററാണ്. അന്നത്തെ കണക്കനുസരിച്ച് 8848 മീറ്ററാണ്. ജോർജ് എവറസ്റ്റിൻ്റെ നാമധേയം അദ്ദേഹമാണ്. വില്യം ലാംപ്ടനൊപ്പം ചേർന്നുകൊണ്ട് നമുക്കറിയാം ഒരു സർവേ ഒക്കെ പൂർത്തിയാക്കിയത് ഈ ജോർജ് എവറസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഈ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഈ കൊടുമുടിക്ക് മൗണ്ട് എവറസ്റ്റ് ആ ജോർജ് എവറസ്റ്റിൻ്റെ നാമധേയത്തിലാണ് ഈ മൗണ്ട് എവറസ്റ്റ് അറിയപ്പെടുന്നത്. അതിൻ്റെ ഉയരം 8848 മീറ്ററാണ്. ഓർത്തിരിക്കുക. അപ്പോൾ ഹിമാലയം കിഴക്കോട്ട് പോകുന്നതോറും ഉയരം കുറയുന്നു. കാശ്മീരിൽ അതിന് 400 കിലോമീറ്ററാണ് അതിൻ്റെ വീതിയെങ്കിൽ അങ്ങ് അരുണാചൽ പ്രദേശ്, കിഴക്കൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലേക്ക് പോകുന്നതോറും അത് 150 കിലോമീറ്റർ ആയിട്ട് കുറയുന്നു. 2400 കിലോമീറ്ററാണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത്. അതിൻ്റെ ആകെ വിസ്തൃതി എന്ന് പറയുന്നത് 5 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഈ ഹിമാലയത്തിൻ്റെ. അടുത്താണത്. അപ്പോൾ നോക്കാം, ഹിമാചൽ. ഈ ഹിമാലയത്തിൽ കാണപ്പെടുന്ന 3 മലനിരകളാണ് ഇതൊക്കെ. ഹിമാദ്രി അല്ലെങ്കിൽ 3 ഡിവിഷനാണ് ഇതൊക്കെ. അതാണ് ഹിമാചൽ ശിവാലിക് എന്ന് പറയുന്നത്. ഹിമാദ്രി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയരം കൂടിയ നിരയാണെന്ന് ഹിമാദ്രി എന്ന് പറയുന്ന സംഗതി. ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രി. ശരാശരി ഉയരം എന്ന് പറയുന്നത് ഇത്രേ 6000 മീറ്ററാണ്. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനം ഇവിടെയാണ്. 8000 മീറ്ററിന് മുകളിൽ ഉയരമുള്ള നിരവധി കൊടുമുടികൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഏതൊക്കെയാണ്? ഉദാഹരണം കാഞ്ചൻജംഗ, അതുപോലെ നന്ദാദേവിക്ക് ഇവിടെ കാണുന്നത്. അപ്പോൾ ശരാശരി ഉയരം 6000 മീറ്ററാണ്. ഓർത്തിരിക്കുക. 8000 മീറ്ററിന് മുകളിലുള്ള നിരവധി കൊടുമുടികൾ ഇവിടെയുണ്ട്. ഏറ്റവും ഉയരം കൂടിയ നിരയാണ്. അടുത്ത് ഹിമാചൽ എന്ന് പറയുന്നത് എന്താണ്?
ഹിമാദ്രിയുടെ തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ശരാശരി ഉയരം സന്ധി 3000 മീറ്ററാണ്. ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഈ പർവ്വതനിരകൾക്ക് തെക്കേ ചെരിവിലായി സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഹിമാദ്രിയുടെ തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ശരാശരി ഉയരം 3000 മീറ്ററാണ്. ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഈ പർവ്വതനിരയ്ക്ക് തെക്ക് ചെരിവിലായി സ്ഥിതി ചെയ്യുന്നു. അതാണ് ഹിമാചൽ സന്ധി. ഇനി സിവാലിക് എന്ന് പറഞ്ഞ സന്ധി എന്താണ്? ശിവാലിക് എന്ന സന്ധി ഹിമാചലിന് തെക്കുഭാഗത്തായിട്ട് ശിവാലിക് എന്ന് പറഞ്ഞ ഹിമാചലിന് തെക്കുഭാഗത്തായിട്ട് 1220 മീറ്ററാണ്. ഹിമാലയൻ നദികൾ ഈ പർവ്വതനിരയെ മുറിച്ചുകൊണ്ട് ഒഴുകുന്നതിനാൽ പലയിടങ്ങളിലും തുടർച്ച നഷ്ടപ്പെടുന്നുണ്ട് ഈ സിവാലിക്കിന്. അപ്പോൾ ഹിമാലയ മലനിരകൾ ഇതിൽ ഇങ്ങനെ ഒഴുകുന്നതിനാൽ ഇതിന് ഒരുപാട് ഒഴുകുന്നതിനാൽ പലയിടങ്ങളിലും തുടർച്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. നീളമേറിയതും വിസ്തൃതമായ താഴ്വരകൾ കാണപ്പെടുന്നു. ഇവയെ ഡ്യൂണുകൾ എന്ന് വിളിക്കുന്നു. ഡ്യൂണുകൾ. അപ്പോൾ ഡെറാഡ്യൂണൊക്കെ കാണപ്പെടുന്നതാണ്. 1200 മീറ്ററാണ് ഇതിൻ്റെ ശരാശരി. 1220 മീറ്ററാണ് ഇതിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത്. ഹിമാചൽ തെക്കുഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. ഹിമാദ്രിയുടെ തെക്കുഭാഗത്തായിട്ട് കാണപ്പെടുന്നത് ഏതാണ്? ഹിമാചൽ. 3000 മീറ്ററാണ് ശരാശരി ഉയരം. ഷിംല, ഡാർജിലിംഗ് എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ ഡാർജിലിംഗ് എന്നീ ഹിമാചലിൽ കാണപ്പെടുന്നു. ഹിമാചലാണ് കാണപ്പെടുന്നത്, ഓർത്തിരിക്കുക. ഇനി ഉത്തരപർവ്വത മേഖലയിലെ ചുരങ്ങൾ ഏതൊക്കെയാണ്? സോജില, ഷിപ്കില, ലുബിലി, നാദുല. സോജില എന്ന് പറയുന്നത് കാശ്മീർ ശ്രീനഗറിനെയും കാർഗിലിനെയും ബന്ധിപ്പിക്കുന്ന സോജില. ഷിപ്കില എന്ന് പറയുന്നത് ഹിമാചലിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു. ഹിമാചൽ ടിബറ്റ്. ടിബറ്റിനെ ബന്ധിപ്പിക്കുന്ന ഏതാണ്? ഷിപ്കില, സോജില, ഷിപ്കില. ലിപുലേക്ക്. അടുത്ത ലിപുലേക്ക് എന്ന് പറഞ്ഞാൽ ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു. സോജില, ഷിപ്കില, ലിപുലേക്ക്. നാദുല എന്ന് പറയുന്നത് സിക്കിം ടിബറ്റിനെ ബന്ധിപ്പിക്കുന്നു. ചുരങ്ങളാണ്. അപ്പോൾ എന്താ ഈ ചുരങ്ങൾ എന്ന് പറഞ്ഞാൽ പർവ്വതനിരകളെ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക മലയിടുക്കുകളാണ് ചുരങ്ങൾ. പർവ്വതനിരകൾ, വലിയ പർവ്വതനിരകൾ ഉണ്ടെങ്കിൽ അവയെ മുറിച്ചു കടക്കാനുള്ള സ്വാഭാവിക മലയിടുക്കുകളാണ് ഈ ചുരങ്ങൾ എന്നറിയപ്പെടുന്നത്. പാസ് എന്നറിയപ്പെടുന്നു. അമ്പരച്ചുംബികളായ പർവ്വതനിരകൾക്ക് ഇരുവശങ്ങളിലൂടെ ജനസംസ്കാരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഈ പാതകൾക്ക് വലിയ പങ്കുണ്ട്. നമുക്ക് സോജില എന്ന് പറയുന്നത് ശ്രീനഗർ, കാർഗിൽ. സോജില, ഷിപ്കില എന്ന് പറഞ്ഞാൽ ഹിമാചൽ ടിബറ്റ്. സോജില, ഷിപ്കില, ലിപുലേക്ക് എന്ന് പറഞ്ഞാൽ ഉത്തരാഖണ്ഡ് ടിബറ്റ്. സോജില, ഷിപ്കില, ലിപുലേക്ക്. നാദുല എന്ന് പറഞ്ഞാൽ സിക്കിം ടിബറ്റ് ഓർത്തിരിക്കുക. ഇനി നോക്കിയേ ഹിമവാന്റെ ജനം എങ്ങനെയാണ് ഹിമാലയ പർവ്വത ഹിമാന്റെ ജനം ഉണ്ടായത് നോക്കിയേ. ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഇവയ്ക്കിടയിൽ സ്ഥിതി ചെയ്യുന്നത് തെത്തീസ് എന്ന സമുദ്രത്തിൻ്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്നതാണ് ഹിമാലയ പർവ്വതനിര എന്ന് പറയുന്നത്. അപ്പോൾ ഹിമാലയത്തിൻ്റെ രൂപീകരണം എന്ന് പറയുന്നത് രണ്ട് ഒരു വൻകര ഫലകവും തമ്മിൽ കൂട്ടിയെടുക്കുമ്പോൾ നമുക്കറിയാം മടക്ക് പർവ്വതനിരകൾ ഉണ്ടാകുന്നുണ്ട് നമുക്കറിയാം. അതാണ് സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമയിൽ സംയോജക സീമ വരുമ്പോൾ ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടി. ഇന്ത്യൻ ഫലകവും അതുപോലെ തന്നെ യൂറേഷ്യൻ ഫലകവും കൂട്ടിമുട്ടിയപ്പോൾ ഇവിടെ ഒരു മടക്ക് പർവ്വതനിര രൂപപ്പെട്ടു. അങ്ങനെ ഒരു സംയോജക സീമയിലൂടെ ഉണ്ടായതാണ് ഇത്. തെത്തീസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്നതാണ് ഹിമാലയ പർവ്വതം എന്നറിയപ്പെടുന്നത്. തെത്തീസ് ഏതാണ്? ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും കൂട്ടിമുട്ടിയപ്പോൾ അവയ്ക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന തെത്തീസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്നതാണ് ഹിമാലയ പർവ്വതത്തിൻ്റെ രൂപപ്പെട്ടതെന്നാണ് ശാസ്ത്രജ്ഞന്മാർ നിഗമനം. ഇവിടെ നിന്നുള്ള കണ്ടെത്തലുകൾ സമുദ്രജീവികളുടെ ഫോസിലുകൾ ഈ വാദത്തിന് അനുകൂലമായി തെളിവുകൾ കാണിക്കുന്നു. ഇനി എന്താണ് പറയുന്നത്? ഭൂപ്രദേശത്തിൻ്റെ ഉയരക്രമം അനുസരിച്ച് വ്യത്യസ്തങ്ങളായ സസ്യജാലങ്ങൾ ഈ പർവ്വത പ്രദേശങ്ങൾ കാണുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരമുള്ള ഓക്ക്, ചെസ്നട്ട്, മേപ്പിൾ തുടങ്ങിയ വൃക്ഷങ്ങളും അതിന് മുകളിലേക്ക് ഉയരങ്ങളിലെ ദേവദാരു, സ്പ്രൂസ് തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങളും കാണപ്പെടുന്നു. കിഴക്കൻ മലനിരകൾ എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഈ പ്രദേശം പൂർവാചൽ എന്നറിയപ്പെടുന്നു. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി ഇവിടെയാണ്. ഈ പ്രദേശത്ത് നിബിഡമായ ഉഷ്ണമേഖല മഴക്കാടുകളുണ്ട്. ഉത്തരപർവ്വത മേഖലയിലുടനീളം പൊതുവെ ഫലഭൂഷ്ടി കൂടിയ പർവ്വത മണ്ണ് കാണപ്പെടുന്നു. അപ്പോൾ ഉത്തരപർവ്വത മേഖലയിൽ എന്താണുള്ളത്? ഉത്തരപർവ്വത മേഖലയിൽ മൊത്തം പർവ്വത മണ്ണുകളാണ് കാണപ്പെടുന്നത്. ഉത്തരപർവ്വത മേഖലയിൽ പൊതുവെ ഫലഭൂഷ്ടി കൂടിയ ഏറ്റവും ഫെർട്ടൈലായിട്ടുള്ള സോയിലാണ് ഉള്ളത്. പർവ്വത മണ്ണാണ്. ഇനി ഹിമവാന്റെ മടിത്തട്ടിലെ ജീവിതം എന്താണ്? മൃഗപരിപാലനമാണ് ജനങ്ങൾ അനുവർത്തിച്ചു വരുന്നത്. ഇവിടെ കാണപ്പെടുന്ന പക്ഷി എന്തൊക്കെയാണ്? സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 500 മുതൽ 3000 മീറ്റർ ഉയരമുള്ള ഈ പ്രദേശം പൂർവാചൽ എന്നറിയപ്പെടുന്നു. കിഴക്കൻ മലനിരകൾ പൂർവാചൽ എന്നറിയപ്പെടുന്നു. അപ്പോൾ കിഴക്കോട്ട് പോകുന്നവരും ഹിമാലയത്തിൻ്റെ ഉയരം കുറഞ്ഞു വരുന്നുണ്ട്. എന്താണ്? ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപൂഞ്ചി ഇവിടെയാണ്. ഈ ഭാഗത്ത് നിബിഡമായ ഉഷ്ണമേഖല മഴക്കാടുകളുണ്ട്. എവിടെ? കിഴക്കൻ മലനിരകളുടെ ഭാഗം. അപ്പോൾ 3 മലനിരകൾ, ട്രാൻസ് ഹിമാലയം, അതുപോലെ ഹിമാലയം, കിഴക്കൻ മലനിരകളൊക്കെ ഓർത്തിരിക്കുക. ഇനി എന്താ പറയാനുള്ളത്? ഇനി നമുക്ക് നോക്കാനുള്ളത് ഹിമവാന്റെ മടിത്തട്ടിലെ ജീവിതം എന്താണ്? മൃഗപരിപാലനമാണ് ജനങ്ങൾ അനുവർത്തിച്ചു വരുന്ന ഒരു ജീവിതമാർഗം. ഇവിടുത്തെ പുൽമേടുകളെ ആശ്രയിച്ചാണ് മൃഗപരിപാലനം. ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെമ്മരിയാടുകളെ വളർത്തുന്നു. പർവ്വതനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ അടിഞ്ഞുകൂടിയാണ് സിവാലിക്കിൻ്റെ താഴ്വര മേഖല. ഉരുളക്കിഴങ്ങ്, അതുപോലെ ബാർലി, കുങ്കുമപ്പൂവ് എന്നിവ കൂടാതെ ആപ്പിള്, ഓറഞ്ച് തുടങ്ങിയ പഴവർഗ്ഗങ്ങളും തേയിലയും ഈ മേഖലയിൽ കൃഷി ചെയ്യുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ആസാം മലനിരകളിലാണ്. അപ്പോൾ ഇതൊക്കെ ചോദ്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന എവിടെയാണ്? ആസാം മലനിരകളിലാണ്. ഏറെ പ്രകൃതി ഭംഗിയുള്ള ഉത്തരപർവ്വത മേഖല വിനോദസഞ്ചാരികളുടെ പറുദീസയാണ്.
സിംല, ഡാർജിലിംഗ്, കുളു, മണാലി തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഇവിടെയാണ്. ഇനി ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം എന്തായെന്ന് നമുക്ക് നോക്കാം. എന്താണ് പ്രാധാന്യം എന്ന് പറഞ്ഞ സംഗതി? അവ കുങ്കുമ കൃഷി ചെയ്യുന്നത് എവിടെയാണ്? അത് കാശ്മീരിലാണ്. ഓക്കെ, ആസാമിലെ തേയിലത്തോട്ടം ഒക്കെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി എന്താ? ഗംഗയുടെ ഉത്ഭവസ്ഥാനം എവിടെ? ആൾറെഡി പറഞ്ഞു, ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗത്ത് നിന്നാണ് ഈ ഗംഗ ഉത്ഭവിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത? ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഈ പർവ്വത മേഖല എത്രമാത്രം പങ്കുവഹിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാം. പുരാതന കാലം മുതൽ വടക്കു പടിഞ്ഞാറ് നിന്നുള്ള വൈദേശിക ആക്രമണങ്ങളിൽ നിന്നും ഒരു പരിധി വരെ നമ്മെ സംരക്ഷിച്ചു വരുന്നു. പുരാതന കാലം മുതൽ വടക്കു പടിഞ്ഞാറ് നിന്നുള്ള വൈദേശിക ആക്രമണങ്ങളിൽ നിന്നും ഒരു പരിധി വരെ നമ്മെ സംരക്ഷിച്ചു വരുന്നു. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യിപ്പിക്കുന്നു. ശൈത്യകാലത്ത് വടക്ക് നിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റ് ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ പിന്നെന്താ പറഞ്ഞത്? ഇതിലേക്ക് കടക്കാതെ ചെറുക്കുന്നത് ഇതാണ്. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത് ചെറുക്കുന്നു. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമാകുന്നു. നദികളുടെ ഉത്ഭവ പ്രദേശം ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ഈ ഉത്തരപർവ്വത മേഖല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ്. പുരാതന കാലം മുതൽ വടക്കു പടിഞ്ഞാറ് നിന്നുള്ള വൈദേശിക ആക്രമണങ്ങളിൽ നിന്നും പരിധിവരെ നമ്മെ സംരക്ഷിച്ചു പോരുന്നു. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ മഴ ഉടനീളം പെയ്യിപ്പിക്കുന്നു. ശൈത്യകാലത്ത് വടക്ക് നിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു. അപ്പോൾ പുരാതന കാലം മുതൽ വടക്കു പടിഞ്ഞാറ് നിന്ന്, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് നിന്ന് മുകളിൽ നിന്നും വടക്ക് പടിഞ്ഞാറ് നിന്ന് വൈദേശിക ആക്രമണത്തിൽ നിന്നും പരിധിവരെ നമ്മെ സംരക്ഷിച്ചു വരുന്നു. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ മഴ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വീശുന്ന കാറ്റിനെ ഇവിടെ തടഞ്ഞു നിർത്തി തിരിച്ചിങ്ങോട്ടനെ അങ്ങനെ ഇവിടേക്ക് ഉത്തരേന്ത്യയിലൊക്കെ മഴ പെയ്യാനുള്ള കാര്യം അതാണ്. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തുന്നു. അതുപോലെ ശൈത്യകാലത്ത് നിന്ന് വടക്ക് നിന്ന് വീശുന്ന അതായത് മധ്യേഷ്യയിൽ നിന്നൊക്കെ വീശുന്ന തണുത്ത വരണ്ട ശീതക്കാറ്റിനെ തടഞ്ഞു നിർത്തി ഇന്ത്യയിലേക്ക് കടക്കാതെ ചേർക്കുന്നു. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമാകുന്നു. നദികളുടെ ഉത്ഭവ പ്രദേശമാണ് ഇത്. ഹിമാലയത്തിൽ നിന്നും മഞ്ഞുമൂടിയ കൊടുമുടികളും ഹിമാനികളും ശുദ്ധജലത്തിൻ്റെ വൻ ശേഖരങ്ങളാണ്. ഈ മഞ്ഞുപാളികൾ ഉരുകി രൂപം കൊള്ളുന്ന നീർച്ചാലുകൾ ചേർന്ന് അനേകം മഹാനദികൾ ജന്മമെടുക്കുന്നു. ഇവ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ടിബറ്റിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന സാങ്പോ എന്ന പേരിലാണ് ചോദ്യം വന്നിട്ടുണ്ട്. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേരെന്താണ്? ജമുന. എന്താണ് ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേര്? ജമുന. ബ്രഹ്മപുത്ര. മാനസ സരോവർ തടാകം. സിന്ധുവാണ് മാനസരോവർ തടാകം. മറ്റേത് ബ്രഹ്മപുത്ര ചെമൈന്തുങ് ഹിമാനിയിൽ നിന്നാണ്. മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആരാണ്? സിന്ധുവാണ്. ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഗോമുഖ് ഗുഹയിൽ നിന്നാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ്? സിന്ധു, ഹിമാലയൻ നദികളായിട്ടുള്ള സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. സിന്ധു ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ മാനസ സരോവർ തടാകത്താണ്. ഏകദേശം 2880 കിലോമീറ്ററാണ് ഈ നദിയുടെ നീളം. 750 കിലോമീറ്റർ ഇന്ത്യയിലൂടെ ഒഴുകുന്നു. ജലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ് എന്നിവയ്ക്കാണ് ഇതിൻ്റെ പോഷക നദികൾ എത്തിച്ചേരുന്നത്. എവിടെയാണ് പതിക്കുന്നത്? അറബിക്കടലിൽ പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി ഏതാണ്? അത് സിന്ധുവാണ്. പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി സിന്ധുവാണ്. മാനസ് സരോവർ തടാകം ടിബറ്റ്. ഇനി ഗംഗോത്രി ഹിമാനിയിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ് ഉത്ഭവം. ഏകദേശം 2500 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന് സംഗതി. ബംഗാൾ ഉൾക്കടലാണ് ചെന്ന് പതിക്കുന്നത്. ബ്രഹ്മപുത്ര എവിടെ? ടിബറ്റിലെ ചെമൈന്തു ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഏകദേശം 2900 മീറ്ററാണ്. ബംഗാൾ ഉൾക്കടലാണ് ചെന്ന് പതിക്കുന്നത്, ഓർത്തിരിക്കുക. ഇനി സമതലങ്ങളിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തര പർവ്വത മേഖല കഴിഞ്ഞാൽ അടുത്താണ് ഉത്തര മഹാസമതലം എന്ന് പറയപ്പെടുന്നത് സമതലം. എന്താണ് ഈ സമതലങ്ങളുടെ പ്രത്യേകത? നമുക്കറിയാം, ഹിമാലയൻ നദികളായിട്ടുള്ള ഗംഗ, സിന്ധു, ബ്രഹ്മപുത്ര നദികൾ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന അവസാദങ്ങൾ കൊണ്ട് ഉണ്ടായ വളരെ ഫെർട്ടൈലായിട്ടുള്ള ഒരു ഭൂവിഭാഗമാണ് ഉത്തര മഹാസമുദ്രം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ധാന്യപുര എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഉത്തര മഹാസമുദ്രമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഫെർട്ടൈലായിട്ടുള്ള അലുവിയൽ ഡെപ്പോസിറ്റുകൾ അല്ലെങ്കിൽ അലുവിയൽ സോയിലൊക്കെ കാണപ്പെടുന്നത് ഈ ഒരു മേഖലകളിലാണ്. പല നദികൾ കൊണ്ടുവന്ന അവസാദം ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാരണം ഇവിടെയുള്ള സമാധാനങ്ങളെ നമുക്ക് പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ സിന്ധു സമതലം, അതുപോലെ തന്നെ ലൂണി സമതലം, അതുപോലെ തന്നെ ഗംഗാ സമതലം, ബ്രഹ്മപുത്ര സമതലം എന്നൊക്കെ അറിയപ്പെടുന്നു. കാര്യം ഓരോരോ ഹിമാലയൻ നദികൾ വന്നു കൊണ്ടുവരുന്ന ഡെപ്പോസിറ്റുകൾ കൊണ്ടാണ് ഈ ഒരു മഹാസമതലം ഉണ്ടാക്കിയത്. ഏറ്റവും ഫെർട്ടൈലായിട്ടൊരു ഭാഗമാണ് ഇന്ത്യയുടെ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട സമതലങ്ങളിലൂടെ. 7 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ വ്യാപിച്ച് കിടക്കുന്ന അതിവിശാലമായ ഫലഭൂയിഷ്ടമായ ഭൂവിഭാഗമാണ് ഉത്തര മഹാസമതലം. അപ്പോൾ ഹിമാലയത്തിൻ്റെ നീളം എന്ന് സംബന്ധിച്ച് ഇത്രയും നമ്മൾ പറഞ്ഞാൽ 2400 കിലോമീറ്ററാണ് അതിൻ്റെ ചതുരശ്ര കിലോമീറ്റർ. 5 lakhs 5 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് അതിൻ്റെ ഒരു വ്യാപ്തി എന്ന് പറയുന്നത്. കിഴക്കോട്ട് പോകുന്നതോറും അതിൻ്റെ നീളം കുറഞ്ഞു വരുന്നു. ഇനി സമതലങ്ങൾ എന്ന് പറഞ്ഞാൽ 7 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ഇതാണ് ഉത്തര മഹാസമതലം എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് ശിലാമണ്ഡല ഫലകങ്ങൾ തമ്മിൽ സംയോജിച്ച് ഭൗമപാളി ഉയർന്നതാണ് ഹിമാലയ പർവ്വത രൂപം കൊണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി. ഹിമാലയത്തിൻ്റെ രൂപീകരണ വേളയിൽ തെക്കു പർവ്വതങ്ങൾക്ക് സമാന്തരമായി 200 മീറ്ററിൽ അധികം താഴ്ചയുള്ള അഗാധ ഗർത്തം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഹിമാലയത്തിൽ നിന്ന് ഒഴുക്കിയെത്തുന്ന നദികളുടെ അനേകായിരം വർഷങ്ങളായി തുറന്നു വരുന്ന നിക്ഷേപണ പ്രക്രിയയിലൂടെ ഫലമായി അതിവിശാലമായ സമതലം രൂപം കൊണ്ടു. ഏതാണ്ട് 7 ലക്ഷം
ഏതാണ്ട് 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള കിലോമീറ്ററുകളോളം നീളത്തിൽ അവസാദങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടായി. ഈ സമതലം ലോകത്ത് തന്നെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലങ്ങളിലൊന്നാണ്. ഒരു എക്കൽ സമതലമാണ്. 7 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഇതിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ വിസ്തൃതി എന്ന് പറയുന്നത്. ഇതൊരു എക്കൽ സമതലമാണ്. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നും അറിയപ്പെടുന്നു. വളരെയധികം ഫലഭൂയിഷ്ടമുള്ള എക്കൽ മണ്ണാണ് ഈ സമതലത്തിൻ്റെ സവിശേഷത. വളരെയധികം ഫലപുഷ്ടിയുള്ള എക്കൽ മണ്ണാണ് ഈ സമതലത്തിൻ്റെ സവിശേഷത എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നദികൾ മെനഞ്ഞ സമതലങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ പഞ്ചാബ് ഹരിയാന സമതലം ഉണ്ടാക്കിയതാണ്. പഞ്ചാബ് ഹരിയാന സമതലം ഉണ്ടാക്കിയത് സിന്ധുവിൻ്റെ പോഷക നദികളുമാണ്. സിന്ധുവിൻ്റെ പോഷക നദികൾ ഉണ്ടാക്കിയ സമതലമാണ് പഞ്ചാബ് ഹരിയാന സമതലം. ഇനി ലൂണി സരസ്വതി നദികൾ ഉണ്ടാക്കിയതാണ് ഏത് രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലം. രാജസ്ഥാൻ എന്ന് പറയുന്ന സംസ്ഥാനത്ത് മരുസ്ഥലി ബാഗർ എന്ന് പറയുന്ന ഒരു സമതലമുണ്ട്. അത് ലൂണി സരസ്വതി നദികൾ ഉണ്ടാക്കിയതാണ്. ഗംഗയുടെ പോഷക നദികൾ ഉണ്ടാക്കിയ സമതലമാണ് ഗംഗാ സമതലം എന്നറിയപ്പെടുന്നത്. ബ്രഹ്മപുത്രയും പോഷക നദികൾ ഉണ്ടാക്കിയതാണെന്ന് അസാമിലെ ബ്രഹ്മപുത്ര സമതലം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഓക്കെ, ഈ സമതലങ്ങളെ ഉത്തര മഹാസമതലത്തെ നമുക്ക് 4 മെയിനായിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? പഞ്ചാബ് ഹരിയാന സമതലം എന്ന് പറയുന്നത് സിന്ധുവിൻ്റെ പോഷക നദികൾ ഉണ്ടാക്കിയതാണ് ഈ പഞ്ചാബ് ഹരിയാന സമതലം. രാജസ്ഥാനിലെ ഓക്കെ മരുസ്ഥലി ബാഗർ സമതലം എന്ന് പറയുന്നത് ഈ ലൂണി സരസ്വതി നദികൾ ഉണ്ടാക്കിയതാണ് ഈ ഒരു സമതലം. ഗംഗാ സമതലം എന്ന് പറയുന്നത് ഗംഗയും പോഷക നദികൾ ഉണ്ടാക്കിയതാണ്. ആസാമിലെ ബ്രഹ്മപുത്ര സമതലം എന്നറിയപ്പെടുന്ന ബ്രഹ്മപുത്രയും പോഷക നദിയും ചേർന്ന് ഉണ്ടാക്കിയതാണ്. ഓക്കെ, നമുക്ക് പറയാനുള്ളത് എന്താണ്? ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് എന്താണ്? ഓക്കെ, ഗോതമ്പ്, ചോളം, നെല്ല്, കരിമ്പ്, പരുത്തി, പയർവർഗ്ഗങ്ങൾ എന്നിങ്ങനെ ഉത്തര മഹാസമുദ്രങ്ങളിൽ കൃഷി ചെയ്യുന്ന വളരെ വിളകൾ നിരവധിയാണ്. ഈ പ്രദേശം ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായ പ്രദേശങ്ങളൊന്നാണ് ഉത്തര മഹാസമുദ്രം എന്നറിയപ്പെടുന്നത്. ഇത് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നു. ഉത്തര മഹാസമുദ്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് മഴ തീരെ കുറവാണ്. ഇതുകൊണ്ട് തന്നെ രാജസ്ഥാൻ സംസ്ഥാനത്തിൻ്റെ മിക്ക പ്രദേശങ്ങളും മരുഭൂമിയാണ്. ഈ മരുഭൂമിക്ക് ധാർ എന്നാണ് പേര്. ധാർ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഈ മരുഭൂമിയിലാണ്. ലൂണി നദിയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സരസ്വതി നദിയുമാണ് ഈ സമതലത്തിൻ്റെ രൂപീകരണത്തിലെ ഈ ഒരു ഉത്തര മഹാസമുദ്രത്തിൻ്റെ നമുക്കറിയാം ഈ മരുസ്ഥലി ബാഗർ സമതലം, അവിടെ ലൂണി നദിയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സരസ്വതി നദിയും ഈ സമതലത്തിൻ്റെ രൂപീകരണത്തിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈർപ്പം തീരെയില്ലാത്ത ലവണാംശമുള്ള മരുഭൂമിയാണ് ഇവിടെ കാണപ്പെടുന്നത്. ഇവിടെ രാജസ്ഥാനിലെ ധാർ മരുഭൂമി. മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ് ഇവിടുത്തെ സ്വാഭാവിക സസ്യജാലങ്ങൾ. രാജസ്ഥാനിലെ ഒരാണ്ട് ലഭിക്കുന്ന മഴ കേരളത്തിൽ ഒരു ദിവസം ലഭിക്കുന്നു എന്നോർക്കണം. ധാർ മരുഭൂമിയുടെ ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. രാജസ്ഥാനിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ്? ബജ്ര, ജോവർ എന്നിവയാണ്. ഈ വിളകളുടെ വളർച്ചയ്ക്ക് ജലം വളരെ മിതമായ അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ. മുഖ്യമായും ജലസേചനത്തെ ആശ്രയിച്ചാണ് ഇവിടുത്തെ കൃഷി. സിന്ധു നദിയും ഇവിടുത്തെ പോഷക നദിയും ചേർന്ന് രൂപം നൽകിയ വിശാലമായ സമതല പ്രദേശമാണ് പഞ്ചാബ് ഹരിയാന സമതലമെന്ന്. ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവയാണ് പ്രധാന കാർഷിക വിളകൾ എന്നറിയപ്പെടുന്നത്. ഓർത്തിരിക്കുക. ഇനി ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്ന അടുത്ത ഒരു ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. മധ്യപ്രദേശ്, ജാർഖണ്ഡ്. അപ്പോൾ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഉത്തര മഹാസമുദ്രം പറഞ്ഞു. ഇനി ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന ഒരു ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്നറിയപ്പെടുന്നത്. അപ്പോൾ മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, തെലങ്കാന, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളും ചില പ്രദേശങ്ങളിലും ഉൾപ്പെടെ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി എന്നറിയപ്പെടുന്നു. ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായ ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നുമായ ഭൂവിഭാഗമാണ്. ചോദ്യമാണ്, സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ ചോദ്യം വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്ന ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഇത്രയും ഏരിയയിലൂടെ ഇതിലേയും കടന്നു പോകുന്നുണ്ട്. ഇതിനെ മാൾവാ പീഠഭൂമി, ഡെക്കാൻ പീഠഭൂമി, അതുപോലെ തന്നെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്നിങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, എന്താ പറയുന്നത്? നിമ്നോദികൾ നിറഞ്ഞ ഈ ഭൂവിഭാഗത്തിൻ്റെ വിസ്തൃതി ഏകദേശം 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഇതിൻ്റെ ഒരു വിസ്തൃതി എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, ഏതാണ് ഈ ഒരു ഭൂവിഭാഗത്തിൻ്റെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു വിസ്തൃതി എന്ന് പറയുന്നത് 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഓക്കെ, പർവ്വതങ്ങൾ, അതുപോലെ തന്നെ പീഠഭൂമികൾ, താഴ്വരകൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഇവിടെയുള്ളത്. ഈ മേഖലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി എന്ന് പറയുന്നത്. 2695 മീറ്റർ, 2695 മീറ്ററാണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിവിധതരം ധാതുക്കളുടെ ഒട്ടനവധി നിക്ഷേപങ്ങൾ ഈ മേഖലയുള്ളതിനാൽ ഉപദ്വീപീയ പീഠഭൂമി ധാതു കലവറ, ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്നു. കാലികമായി മാത്രമാണ് ലഭിക്കുന്ന ഇവിടുത്തെ നൈസർഗിക സസ്യജാലങ്ങൾ ഉഷ്ണമേഖല ഇളപൊഴിയും കാടുകളാണ്. തേക്ക്, സാൽ, ചന്ദനം, മുള എന്നിവ ഇവിടുത്തെ കാണപ്പെടുന്ന ധാരാളം മഴ ലഭിക്കുന്ന പശ്ചിമഘട്ട മലനിരകൾ, പടിഞ്ഞാറൻ ചെരുവുകളിലൂടെ ഉഷ്ണമേഖല മഴക്കാടുകളാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കുഭാഗമായി ഡെക്കാൻ പീഠഭൂമിയുടെ ഉപദ്വീപീയ ഭൂമിയുടെ തെക്കുഭാഗം എന്നാണ് ഡെക്കാൻ പീഠഭൂമിയാണ്. മിക്ക പ്രദേശങ്ങളും അനേകം ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒഴുകി വന്ന ലാവാ തണുത്തുറഞ്ഞുണ്ടായതാണ്. പ്രധാനമായും ബസാൾട്ട് എന്ന ആഗ്നേയശിലയാണ് ഇവിടെ നിർമ്മിതമായ ഈ പീഠഭൂമി. വ്യാപകമായ കറുത്ത മണ്ണ്, ബസാൾട്ട് എന്ന ആഗ്നേയശിലകളാൽ നിർമ്മിതമായ ഈ പീഠഭൂമി വ്യാപകമായ കറുത്ത മണ്ണ് കാണപ്പെടുന്നു. ഈ മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായതിനാൽ കറുത്ത പരുത്തി മണ്ണ് എന്നറിയപ്പെടുന്നു. ഉപദ്വീപീയ പീഠഭൂമി പ്രദേശങ്ങളിൽ ചെമ്മണ്ണും ധാരാളമായി കാണപ്പെടുന്നു. താരതമ്യേന ഫലഭൂയിഷ്ഠക്കുറവായ ഈ മണ്ണിലെ ഇരുമ്പിൻ്റെ അംശം ഇതിനെ ചുവപ്പ് നിറം നൽകുന്നു. മൺസൂൺ മഴയും ഇവിടുത്തെ ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ ലാട്രൈറ്റ് മണ്ണ് രൂപപ്പെടുന്നു. ഉപദ്വീപീയ പീഠഭൂമി അനേകം നദികളും ഉത്ഭവപ്രദേശം കൂടിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഉപദ്വീപീയ നദികൾ എന്നറിയപ്പെടുന്നു. ഈ നദികളിലെ നീരൊഴുക്ക് പൂർണ്ണമായും മഴയെ ആശ്രയിച്ചതിനാൽ വേനൽക്കാലത്തെ വെള്ളം തീരെ കുറവായിരിക്കും.
അപ്പോൾ ഉപദ്വീപീയ നദിയിൽ ഒരുപാട് നദികളുണ്ട്. ഏതൊക്കെ? മഹാനദി മൈക്കല മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഈ ബെട്ടെല്ലാണ് പ്രധാന പോഷക നദികൾ. 857 കിലോമീറ്റർ നീളം. ഗോദാവരി പശ്ചിമഘട്ടത്തിലെ നാസിക്കിലെ സ്വയം ഒക്കെ നാസിക്കിൽ നിന്ന് നാസിക് ജില്ല പശ്ചിമഘട്ടം മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്ന് ഉത്ഭവിക്കുന്നു. കൃഷ്ണ പശ്ചിമഘട്ടം മഹാരാഷ്ട്രയിലെ മഹേബലേശ്വർ കുന്നിൽ കൃഷ്ണ. കാവേരി പശ്ചിമഘട്ടത്തിൽ ബ്രഹ്മഗിരി കുന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നു. നർമ്മദ മൈക്കല മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. താപ്തി മുൾട്ടായിക്കാടിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഇതൊക്കെ നമുക്കറിയാം. താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് പ്രധാന ഉപദ്വീപീയ നദികൾ ഉത്ഭവം, നീളം, പോഷക നദികൾ എന്നിവ മനസ്സിലാക്കാം നമുക്ക്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ ഗോദാവരിയാണ്. മിക്ക ഉപദ്വീപീയ നദികളും വെള്ളച്ചാട്ടം സാധാരണയായ കർണാടകത്തിലെ ശരാവതി നദിയിലെ ജോഗ് ഫാൾസ് 205 മീറ്ററാണ് ഇവയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നത്. ഇനി ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹിമാലയൻ നദികളിൽ ഹിമാലയ പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഉപദ്വീപീയ പീഠഭൂമിയിലെ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശമാണ് ഹിമാലയൻ നദികളുള്ളതെന്ന താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശമാണുള്ളത്. അപരതന തീവ്രത കൂടുതലാണ്, എന്നാൽ അപരതന തീവ്രത വളരെ കുറവാണ് ഉപദ്വീപീയ നദികൾക്ക്. അതുപോലെ തന്നെ പർവ്വത മേഖലകളിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുകയും സമതലങ്ങളിൽ വളഞ്ഞു പൊഴിഞ്ഞു ഒഴുകുകയും ചെയ്യുന്നു ഹിമാലയൻ നദികൾ. എന്നാൽ കാഠിന്യമേറിയ ശിലകളിലൂടെ ഒഴുകുന്നതിനാൽ അഗാധമായ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. ഉയർന്ന ജലസേചന ശേഷിയാണ് ആർക്കുള്ളത്? ഹിമാലയൻ നദികൾക്കുള്ളത്. എന്നാൽ താഴ്ന്ന കുറഞ്ഞ ജലസേചന ശേഷിയാണുള്ളത്. സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ഉൾനാടൻ ഗതാഗതത്തിന് സാധ്യത വളരെ കുറവാണ്. ഇനി എന്താണ് പീഠഭൂമിയിലൂടെ എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് പറയാൻ പറ്റിയ? പരുത്തി, അതുപോലെ പയർവർഗ്ഗങ്ങൾ, നിലക്കടല, കരിമ്പ്, ചോളം, റാഗി, മുളക് എന്നിവയാണ് ഈ പ്രദേശത്തെ പ്രധാന കാർഷിക വിളകൾ. ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല് എന്നിങ്ങനെ ഇവിടുത്തെ പ്രധാന ധാതു വിഷയങ്ങൾ. കൃഷി, ഖനനം, ധാതുധിഷ്ഠിത വ്യവസായങ്ങൾ എന്നിവയാണ് പ്രധാന തൊഴിൽ മേഖലകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തൊഴിൽ മേഖലകൾ. സുന്ദരി തീരത്തിലൂടെ ജലഛായങ്ങൾ പോലെ മനോഹരങ്ങളായ ഇന്ത്യയിലെ ഓരോ കടൽ തീരവും ഈ സുന്ദര പ്രദേശങ്ങളിലെ പശ്ചിമ ബംഗാളിൽ നിന്നും ഗുജറാത്ത് വരെ നീണ്ടു കിടക്കുന്ന യാത്ര പോകുന്നതിനാൽ സങ്കല്പിക്കൂ എങ്കിൽ എന്തൊക്കെ സംസ്ഥാനങ്ങളിൽ കടന്നു പോകേണ്ടി വരും? ഒഡീഷ, അതുപോലെ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ തുടങ്ങി ഗംഗ, ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ നീണ്ടു നിൽക്കുന്ന ഏകദേശം 6100 കിലോമീറ്റർ നീളമുള്ള ഒരു പ്രദേശമാണ് ഇന്ത്യയുടെ തീരസമുദ്രം എന്ന സംഗതി. അപ്പോൾ ഇന്ത്യയുടെ 2 തീരസമുദ്രങ്ങളുടെ ഏതൊക്കെയാണ്? പടിഞ്ഞാറൻ തീരസമുദ്രവും കിഴക്കൻ തീരസമുദ്രവും എന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ പടിഞ്ഞാറൻ തീരസമുദ്രം, അതുപോലെ തന്നെ കിഴക്കൻ തീരസമുദ്രം. പടിഞ്ഞാറൻ തീരസമുദ്രം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മുതൽ ഇതുവരെയാണ് അങ്ങ് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് പടിഞ്ഞാറൻ തീരസമുദ്രമുള്ള. അറബിക്കടൽ ഇവിടെ അറബിക്കടലിനും അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് ഈ പടിഞ്ഞാറൻ തീരസമുദ്രമുള്ളത്. റാൻ ഓഫ് കച്ച് മുതൽ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ അങ്ങ് കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു. താരതമ്യേന വീതി വളരെ കുറവാണ്. ഇതിനെ 3 ഡിവൈഡ് ചെയ്യാം. ഗുജറാത്ത് സമതലം, കൊങ്കൺ ഗുജറാത്ത് തീരം, അതുപോലെ തന്നെ കൊങ്കൺ തീരം, അതുപോലെ തന്നെ മലബാർ തീരം എന്നറിയപ്പെടുന്നു. കായലുകളും അഴിമുഖമാണ് ഇവിടെ കാണപ്പെടുന്നത്. ഇനി കിഴക്കൻ തീരം എന്ന് പറഞ്ഞ സംഗതി എവിടെ മുതൽ ഇതുവരെയാണ്? ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു. വീതി വളരെ കൂടുതലാണ്. കോറമാൻഡൽ തീരസമുദ്രം, അതുപോലെ തന്നെ വടക്കൻ സിർക്കാസ് എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. ഇനി എന്താ പറയുന്നത്? തീരസമതലങ്ങളുടനീളം എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യം, നെല്ല്, തെങ്ങ് തുടങ്ങിയ വിളകൾ ഈ മണ്ണിൽ വ്യാപകമായി കൃഷി ചെയ്യുന്നു. തീരസമതലങ്ങളിൽ ജീവിതം. തീരസമതലങ്ങളിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ മത്സ്യബന്ധനമാണ്. തീരസമതലങ്ങളിൽ വിനോദസഞ്ചാരത്തിന് വേറെ സാധ്യതകളുണ്ട്. നെല്ല്, തെങ്ങ് എന്നീ പടിഞ്ഞാറൻ തീരത്തെ പ്രധാന കാർഷിക വിളകളാണ്. കിഴക്കൻ തീരസമതലങ്ങളിലെ കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി എന്നീ നദീതടങ്ങൾ വ്യാപകമായി നെല്ല് കൃഷി ചെയ്യുന്നു. നമ്മുടെ സ്വന്തം ദ്വീപുകളിലേക്ക് കൊച്ചിയിൽ നിന്നും അറബിക്കടലിലൂടെ ഏകദേശം 300 കിലോമീറ്റർ താണ്ടിയാൽ ലക്ഷദ്വീപുകളിലെത്താം. 36 ദ്വീപുകളിലാണ് അറബിക്കടലിലെ ഈ ദ്വീപ് സമൂഹത്തിലുള്ളത്. ഇവയിൽ ഏകദേശം 11 ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ. ബംഗാരം, കടമത്ത്, മിനിക്കോയ്, മിനിക്കോയ്, കവരത്തി, അഗത്തി, ആദ്രോത്ത്, കൽപ്പേനി, അമിനി ദ്വീപ്, ചൈത്തലത്ത്, ബിത്ര, കിൽത്താൻ എന്നിവയാണ് പ്രധാന ദ്വീപുകൾ. കവരത്തിയാണ് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഇനി ലക്ഷദ്വീപ് സമൂഹത്തിലെ ഒരു ലഗൂൺ എന്ന് പറഞ്ഞാൽ ലഗൂണുകളും മണൽത്തീരങ്ങളും പഴപ്പിറ്റുകളുമാണ് ലക്ഷദ്വീപ് സമൂഹത്തിൻ്റെ പ്രത്യേകത. കൃഷി നാമമാത്രമായ ഇവിടുത്തെ സമുദ്രത്തെ ആശ്രയിച്ചാണ് മുഖ്യ ജനജീവിതം. മത്സ്യബന്ധനം, വിനോദസഞ്ചാരം എന്നിവയാണ് പ്രധാന വരുമാന മാർഗ്ഗങ്ങൾ. ഇനി നമുക്ക് മറ്റൊരു ദ്വീപ് സമൂഹം പരിചയപ്പെടാം. ബംഗാൾ ഉൾക്കടലാണ് ഈ ദ്വീപ് സമൂഹമുള്ളത്. ഏതാണ്? ഏകദേശം 200 ദ്വീപുകൾ ഉൾക്കൊള്ളുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, 19 ദ്വീപുകൾ ഉൾക്കൊള്ളുന്ന നിക്കോബാർ ദ്വീപുകൾ നൽകുന്നതാണ് ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം. ഇവയിൽ ഭൂരിഭാഗം ദ്വീപുകളിലും ജനവാസമില്ല. മിക്കവയിലും നിബിഡ വനങ്ങളാണ്. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമായ ബാരൻ അഗ്നിപർവ്വതം കാണപ്പെടുന്നത് ഇവിടെയാണ്. പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപ് സമൂഹത്തിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത്. നിക്കോബാർ ദ്വീപുകളും തെക്കേറ്റമായ ഇന്ദിരാ പോയിന്റ് ഇന്ത്യയിലെ തെക്കേറ്റമായി കണക്കാക്കുന്നു. ഇനി എന്താ പറയുന്നത്? ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമുദ്രങ്ങൾ, ദ്വീപുകൾ എന്നിങ്ങനെ 5 ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് ഇന്ത്യയിലെ പ്രധാനമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ജരാവാസ് എന്ന് പറയുന്ന സംഗതി ഒരു വിഭാഗം എവിടെ ഉണ്ട്? സെൻറ്റിനൽസ്, ജരാവാസ് ഒക്കെ എന്ന് പറയുന്ന സെൻറ്റിനൽസ്, അതുപോലെ ജരാവാസ് എന്നൊക്കെ പറയുന്ന ആൻഡമാൻ നിക്കോബാറിൽ കാണപ്പെടുന്ന ഒരു വിഭാഗമാണ്. അവരാണ് ഈ കാണപ്പെടുന്നത്. ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി പിന്നെന്താ പറയുള്ളത്? കാലാവസ്ഥ.
കാലാവസ്ഥ. ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും കുട്ടികളുടെ സംഭാഷണങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ എന്താണ്, നമ്മളിപ്പോൾ ഒരു ഭൂപ്രകൃതി വിഭാഗത്തെ അനുസരിച്ച് ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗം നമ്മൾ ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, അതുപോലെ തന്നെ ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങൾ, അതുപോലെ തന്നെ ദ്വീപ് സമൂഹങ്ങൾ എന്നിങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇനി ഇന്ത്യയുടെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഇന്ത്യയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? അക്ഷാംശീയ സ്ഥാനം കേട്ടോ, രേഖ അല്ല, അക്ഷാംശീയ സ്ഥാനം, അതുപോലെ തന്നെ സമുദ്ര സാമീപ്യം, ഭൂപ്രകൃതി, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. അപ്പോൾ അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ഇന്ത്യയുടെ കാലാവസ്ഥ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇന്ത്യയിലെ ഋതുക്കളെ പൊതുവായി 4 ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? ശൈത്യകാലം, അതുപോലെ തന്നെ വേനൽക്കാലം, അല്ലെങ്കിൽ ശൈത്യകാലം, ഉഷ്ണകാലം, തെക്കു പടിഞ്ഞാറ് മൺസൂൺ കാലം, മൺസൂണിൻ്റെ പിൻവാങ്ങൽ. ശൈത്യകാലം എന്ന് അറിയപ്പെടുന്നത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരിയിലാണ് ഇന്ത്യയിലെ തണുപ്പ് അനുഭവപ്പെടുന്ന ശൈത്യകാലം. അപ്പോൾ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. അപ്പോൾ എന്തൊക്കെയാണ് ഇന്ത്യയിലെ കാലാവസ്ഥയെ സംബന്ധിക്കുന്നത്? ഒന്ന് അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. ശൈത്യകാലം എന്തൊക്കെയാണ്? ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. ഇനി ഉത്തരേന്ത്യയിൽ നിന്നുള്ള ചില ശൈത്യകാല ദൃശ്യങ്ങളാണ് പത്രങ്ങളിൽ നിന്നുള്ള. ഉത്തരേന്ത്യയിലെ കൊടും തണുപ്പിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൂര്യൻ്റെ ദക്ഷിണായന കാലത്താണ് ഇന്ത്യയിലെ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. ഈ കാലയളവിൽ ഇന്ത്യയിൽ പല ഭാഗങ്ങളായി കനത്ത മൂടൽമഞ്ഞും ഹിമാലയത്തിൻ്റെ താഴ്വരകൾ മഞ്ഞും വീഴ്ചയും ഉണ്ടാകാറുണ്ട്. ജനുവരിയിൽ ഇന്ത്യയിലെ വ്യത്യസ്ത പ്രദേശങ്ങൾ അനുഭവപ്പെടുന്ന ശരാശരി പകൽ ചൂടിൻ്റെ അളവാണ് ഭൂപടത്തിൽ കണ്ടിട്ടുള്ളത്. താപനില പരിശോധിച്ച് താപവ്യതിയാനത്തിൻ്റെ ക്രമം കണ്ടെത്ത താപനില തെക്കുനിന്ന് വടക്കോട്ട് കുറഞ്ഞു വരുന്ന പ്രവണതയാണ് കാണപ്പെടുന്നത്. ശൈത്യകാലത്ത് ഉത്തരേന്ത്യയിൽ പകൽ സമയത്ത് മിതമായ ചൂടും രാത്രികാലങ്ങളിൽ ശൈത്യവും അനുഭവപ്പെടുന്നു. മണാലി, ഷിംല തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിൽ ഇക്കാലത്ത് മഞ്ഞുവീഴ്ച സർവ്വസാധാരണമാണ്. പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ശൈത്യകാലത്തിന് മറ്റൊരു പ്രത്യേകതയാണ്. പശ്ചിമ അസ്വസ്ഥത ശൈത്യകാലത്താണ് ഉള്ളത്. ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് രൂപപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ശൈത്യകാലത്തുള്ള പശ്ചിമ അസ്വസ്ഥത എന്താ സംഭവിക്കുന്നത്? മെഡിറ്ററേനിയൻ കടലിൽ ഒരു ന്യൂനമർദ്ദം ഉണ്ടാവും. ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപപ്പെടുന്ന ശക്തമായ ന്യൂനമർദ്ദം ക്രമേണ കിഴക്കോട്ട് നീങ്ങി ഇന്ത്യയിലെത്തുന്നു. ഇത് ഉത്തര സമതല പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് പഞ്ചാബിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നു. ഈ മഴ ശൈത്യകാല വിളകളിൽ ഏറെ പ്രയോജനകരമാണ്. പശ്ചിമ അസ്വസ്ഥത ഇന്ത്യയിലെത്തുന്നതിനാൽ ജെറ്റ് പ്രവാഹങ്ങൾക്ക് സുപ്രധാന പങ്കുണ്ട്. അപ്പോൾ ഈ പശ്ചിമ അസ്വസ്ഥത, അതുപോലെ മെഡിറ്ററേനിയൻ കടലുണ്ടാകുന്ന അല്ലെങ്കിൽ മെഡിറ്ററേനിയനിലുണ്ടാകുന്ന ഒരു ന്യൂനമർദ്ദം അത് കിഴക്കോട്ട് നീങ്ങി ഇങ്ങോട്ട് വരുന്നു. ഇതിന് ജെറ്റ് പ്രവാഹങ്ങൾക്ക് പ്രധാന പങ്കുണ്ട്. ചോദ്യം വന്നിട്ടുണ്ട്. ട്രോപ്പോപാസിലൂടെ അതിശക്തമായ വായുപ്രവാഹമാണ് ജെറ്റ് പ്രവാഹങ്ങൾ. ട്രോപ്പോപാസിലൂടെയുള്ള അതിശക്തമായ വായുപ്രവാഹമാണ് ജെറ്റ് പ്രവാഹങ്ങൾ. അപ്പോൾ പശ്ചിമ അസ്വസ്ഥത ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന പഞ്ചാബിലാണ്. എവിടെയാണ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്? പഞ്ചാബിൽ. അല്ലേ? പ്രത്യേകിച്ച് പഞ്ചാബിലെ ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നു. പശ്ചിമ അസ്വസ്ഥത ഇന്ത്യയിലെത്തുന്നതിന് ജെറ്റ് പ്രവാഹങ്ങൾക്ക് പ്രധാന പങ്കുണ്ട്. ഇനി ഉഷ്ണകാലം എന്ന സംഗതി എപ്പോഴാണ് ഇന്ത്യയിലെ ഉഷ്ണകാലം? മാർച്ച് ഏപ്രിൽ മെയ് ആണ് ഉഷ്ണകാലം എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഉഷ്ണകാലങ്ങൾ ചിത്രങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. സൂര്യൻ്റെ ഉത്തരായന കാലത്ത് ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് ഈ ഒരു കാലത്താണ്. ഇന്ത്യയിലെ ഉഷ്ണകാലത്താണ് ഈ ഒരു ഇത് അനുഭവപ്പെടുന്നത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ എന്താ പറയാനുള്ളത്? സൂര്യൻ്റെ ഉത്തരായന കാലത്തുള്ള ഇന്ത്യയിൽ ഉഷ്ണകാലത്ത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് രാജസ്ഥാൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഭാമർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ എന്തനുഭവപ്പെടുന്നത്? ഈ ഒരു ഭാമർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇക്കാലയളവിൽ വീശുന്ന ചില പ്രാദേശികവാദങ്ങളാണ് ലൂ, മാംഗോ ഷവർ ഇവയെക്കുറിച്ച്. അപ്പോൾ സൂര്യൻ്റെ ഉത്തരായന കാലത്താണ് ഇന്ത്യയിലെ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ഉഷ്ണകാലത്ത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് രാജസ്ഥാൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഭാമർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇക്കാലയളവിൽ വീശുന്ന ചില പ്രാദേശികവാദങ്ങളാണ് ലൂ, മാംഗോ ഷവർ എന്നിവ. ഇനി എന്താ ഈ കാൽബൈശാഖി എന്ന് പറഞ്ഞാൽ? ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാൾ. അപ്പോൾ മറ്റേ തണുപ്പ് കാലത്ത് പഞ്ചാബിൽ അനുഭവപ്പെടുന്നതാണ് ഈ ഒരു പശ്ചിമ അസ്വസ്ഥത എന്നറിയപ്പെടുന്നത്. അത് മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് വീശുന്ന ആ ഒരു ന്യൂനമർദ്ദം കാരണം ഇവിടെ ജെറ്റ് പ്രവാഹങ്ങളുടെ ഒരു ഇടപെടലുണ്ട്. അതൊക്കെയാണ് ആ ഒരു പശ്ചിമ അസ്വസ്ഥതയ്ക്ക് കാരണം. ഇനി ഉഷ്ണകാലത്തെ പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴയാണ് കാൽബൈശാഖി. അലറുന്ന കാറ്റും ആലിപ്പഴ വീശിയുമാണ് കാൽബൈശാഖി. എവിടെയത്? പശ്ചിമ ബംഗാളിലെ ഉഷ്ണകാലത്തെ പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴയാണ് കാൽബൈശാഖി എന്നറിയപ്പെടുന്നത്. ഇനി എന്താ പറയാനുള്ളത്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ഭൂപടത്തിലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇവിടെ നിന്ന് ഇങ്ങനെ അറബിക്കടലിൽ നിന്ന് ഇങ്ങനെ പോയി, അറബിക്കടൽ ശാഖ, ബംഗാൾ ഉൾക്കടൽ ശാഖ ഇങ്ങനെ പോയി ഇവിടെ ഉത്തരപർവ്വത മേഖലയിലൊക്കെ തട്ടി. ഇവിടെയൊക്കെ മഴ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ
തരുന്ന തെക്ക് നിന്ന് തുടങ്ങി പടിഞ്ഞാറോട്ട് അവസാനിക്കുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലുകളുടെ സഞ്ചാരഗതിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ കാറ്റുകളെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലത്തിന് കാരണം. അപ്പോൾ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴയ്ക്ക് കാരണം. ചോദ്യമാണ്. സൂര്യൻ്റെ ഉത്തരാർദ്ധഗോളത്തിലിരിക്കെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ ശക്തമായ ന്യൂനമർദ്ദം ഉൾക്കൊള്ളുന്നു. ഇന്ത്യൻ സമുദ്രത്തിൽ നിന്ന് മുകളിലോട്ട് താരതമ്യേന ഉയർന്ന മർദ്ദം നിലനിൽക്കുന്നതിനാൽ ഇവിടെ തെക്കുനിന്ന് വടക്കോട്ട് അതായത് എന്താണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മുകളിൽ താരതമ്യേന ഉയർന്ന മർദ്ദം നിലനിൽക്കുന്നതിനാൽ ഇവിടെ നിന്ന് തെക്ക് നിന്ന് വടക്കോട്ട് അതിശക്തമായ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കാറ്റ് വീശാൻ ഇടയാക്കുന്നു. കോറിയോലിസിസ് പ്രഭാവത്താൽ ഈ കാറ്റുകൾ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ട് തിരിയുന്നതിനാൽ തെക്ക് പടിഞ്ഞാറൻ കാറ്റുകളായി ഇന്ത്യയിൽ എത്തിച്ചേരുന്നു. ഓക്കെ, ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലൊക്കെയാണ് ഈ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ഉണ്ടാവുക. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ സവിശേഷത ആകൃതി കാരണം തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റിന് 2 ശാഖകളുണ്ട്. ഏതൊക്കെയാണ്? 1 അറബിക്കടൽ ശാഖ, 2 ബംഗാൾ ഉൾക്കടൽ ശാഖ. ജൂൺ ആരംഭത്തോടെ കേരള തീരത്തെത്തുന്ന അറബിക്കടൽ ശാഖ കേരളത്തിൽ വ്യാപകമായി മഴ നൽകുന്നു. തുടർന്ന് കർണാടകം, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലേക്ക് കടക്കുകയും അവിടെ കനത്ത മഴയ്ക്ക് കാരണമാവുകയും ചെയ്തു. ഗുജറാത്തിലൂടെ രാജസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന മൺസൂൺ ശാഖ ആരവല്ലി പർവ്വതനിരകൾക്ക് സമാന്തരമായി കടന്നു പോകുന്നതിനാൽ രാജസ്ഥാനിൽ വിരളമായി മാത്രമേ മഴ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇങ്ങനെ കയറി ഇവിടെയാണ് ആരവല്ലി ഉള്ളത്. ഈ ആരവല്ലിയിൽ മറ്റേ ഇവിടെ കാരണം ഇവിടുത്തെ രാജസ്ഥാനിൽ മഴ ലഭിക്കില്ല. ഇവിടുന്ന് ഇങ്ങനെ പോവും. ഈ ഒരു അറബിക്കടൽ ശാഖ ഇങ്ങോട്ട് വരുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ. ഓക്കെ, ബംഗാൾ ഉൾക്കടൽ ശാഖ ഇത് ഇന്ത്യയുടെ ആ വി രൂപമാണ്, അല്ലെങ്കിൽ ഉപദ്വീപീയ രൂപമാണത്. ഗുജറാത്തിലൂടെ രാജസ്ഥാനിൽ പ്രവേശിക്കുന്ന ഈ മൺസൂൺ ശാഖ ആരവല്ലി പർവ്വതനിരയിൽ സമാന്തരമായി കടന്നു പോകുന്നതിനാൽ രാജസ്ഥാനിൽ വിരളമായിട്ട് മഴ ലഭിക്കും. ബംഗാൾ ഉൾക്കടലിൽ കൂടുതൽ ഈർപ്പം ആഗിരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ സുന്ദർബൻ ഡെൽറ്റ പിന്നീട് പശ്ചിമ ബംഗാൾ പ്രവേശിക്കുകയും 2 പിരിക്കുകയും ചെയ്യുന്നു. ഒരു ശാഖ ബ്രഹ്മപുത്ര സമതലത്തിലൂടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എത്തുന്നു. വൻതോതിൽ മഴ ലഭിക്കുന്നു. ബംഗാൾ മേഖലയിലൂടെ ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന 2ാമത്തെ ശാഖ പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മഴ ലഭിക്കുന്നു. പഞ്ചാബ് സമതലങ്ങളിൽ വെച്ച് അറബിക്കടൽ ശാഖയുമായി കൂടിച്ചേർന്ന് വടക്കോട്ട് നീങ്ങുന്ന ഈ മൺസൂൺ കാറ്റുകൾ ഹിമാലയത്തിൻ്റെ അടിവാര മേഖലയിൽ കനത്ത മഴ ലഭിക്കുന്നു. മൺസൂണിൻ്റെ പിൻവാങ്ങൽ. സെപ്റ്റംബർ പിന്നിട്ടതോടെ സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് അയനം ചെയ്യുന്നതിനാൽ ഇന്ത്യയുടെ ഉത്തര സമതല പ്രദേശത്ത് കനത്ത ഉച്ചമർദ്ദം രൂപപ്പെടുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മുകളിൽ താരതമ്യേന കുറഞ്ഞ മർദ്ദമായതിനാൽ ഇന്ത്യയുടെ വടക്കുനിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുന്നു. തിരിച്ചിങ്ങോട്ട് കാറ്റ് വീശുന്നതാണ് മൺസൂൺ, റിവേഴ്സൽ ഓഫ് മൺസൂൺ എന്നറിയപ്പെടുന്നത്. വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്ന് വിളിക്കുന്ന ഈ കാറ്റുകൾ വരണ്ട കാറ്റുകളായതിനാൽ ഇത് ഇന്ത്യയിൽ പൊതുവെ മഴയുണ്ടാക്കുന്നില്ല. വടക്കു കിഴക്കൻ മൺസൂൺ കാലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കാലം വാസ്തവത്തിൽ മഴക്കാലത്തിനും ശൈത്യകാലത്തിനും ഇടയിലുള്ള ഒരു ഇടവേളയാണ്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇന്ത്യ ഒട്ടാകെ അനുഭവപ്പെടുന്ന ഉയർന്ന ഊഷ്മവും ആർദ്രതയും പകൽ സമയമുള്ള ദുസ്സഹമായിരുന്ന ഈ പ്രകൃതിയെ ഒക്ടോബർ ചൂട് അല്ലെങ്കിൽ ഒക്ടോബർ ഹീറ്റ് എന്നറിയപ്പെടുന്നു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദത്താൽ ആകർഷിക്കപ്പെട്ട കരയിൽ നിന്ന് കടലിലേക്ക് നീങ്ങുന്ന കാറ്റുകൾ ബംഗാൾ ഉൾക്കടലിൽ നിന്നും ഈർപ്പമാഗിരണം ചെയ്ത് വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങുന്നതിനാൽ ഇന്ത്യയുടെ കോറോമാൻഡൽ തീരത്ത്, പ്രത്യേകിച്ച് തമിഴ്നാട് തീരത്ത് കനത്ത മഴയ്ക്ക് കാരണമാകുന്ന ഇതാണ് ഈ വടക്കു കിഴക്കൻ മൺസൂണാണ്. ഓക്കെ, ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയിലെ മഴയുടെ വിതരണം എന്താണ്? വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന ഈ തലക്കെട്ടിന് അന്വർത്ഥമാക്കുന്ന ഇന്ത്യയിലെ ഓരോ ഭൂമിശാസ്ത്ര സവിശേഷതയും ഭൂപ്രകൃതി, കാലാവസ്ഥ, ജീവിത രീതി, സംസ്കാരം, സസ്യജന്തുജാലങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ എന്നിങ്ങനെ എല്ലാ മേഖലകളും ഈ വൈവിധ്യങ്ങളുണ്ട്. ഈ വൈവിധ്യങ്ങളാണ് ഇന്ത്യയുടെ സമൃദ്ധമായ അടിസ്ഥാനം. ഈ വൈവിധ്യങ്ങളാണ് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതും. ഓക്കെ, വളരെ വിശാലമായൊരു ചാപ്റ്ററാണ് നമ്മൾ നോക്കിയത് 10ാം ക്ലാസ്സിലെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. മാപ്പുമായി റെപ്രസെൻ്റ് ചെയ്ത ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ചോദ്യം വന്നിട്ടുണ്ട്. തെക്ക് പടിഞ്ഞാറ് മൺസൂൺ, വടക്ക് കിഴക്കൻ മൺസൂൺ എന്നൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മനസ്സിരുത്തി പഠിക്കുക, മനസ്സിലാക്കുക. ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു SCRT ചാപ്റ്ററുമായി കാണാം. താങ്ക്